മച്ചാമാരെ നമ്മുടെ മസിൽ ഗഡിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് കമ്പനി തിരിച്ചെടുത്തിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനിനെ അറിയിച്ചു. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അറിയില്ല സത്യത്തിൽ. അതിനുശേഷം ഞാനിത് പൊളിച്ച് ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഇത് സാധനം അവരെ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ അർത്ഥം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇവർക്ക് പണി കിട്ടും. അതാണ് മച്ചാമാരെ, നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കുക. ഇതാണ് മച്ചാമാരെ നമ്മുടെ സോളാർ പാനൽ. 550 വാട്ടിൻ്റെയാണ്. നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇവിടെ പറയുന്നില്ല. നമ്മുടെ അയലോക്കംകാരൻ്റെ തേക്ക് നല്ല രീതിയിൽ കാറ്റ് പിടിച്ച് നമ്മുടെ സോളാർ പാനലിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. പുള്ളിയോട് വെട്ടിക്കളയാൻ പറ്റുമോ അല്ലെങ്കിൽ ചോല കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുള്ളി ഒരു മറുപടി അങ്ങ് പറയുന്നില്ല. പറഞ്ഞിട്ട് തന്നെ കുറേ നാളായി, പക്ഷേ ഒരനക്കം അവിടെ ഇല്ല. നമ്മുടെ മരത്തിൽ ചോലയോ നമ്മുടെ മരമോ അയലോക്കാരൻ്റെ പറമ്പിലേക്ക് നിൽക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ മരം നിങ്ങളുടെ അയലോക്കാരൻ്റെ പറമ്പിലേക്ക് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെട്ടിക്കളണം. അല്ലെങ്കിൽ അത് ഒടിഞ്ഞിട്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. ഈ കാണുന്ന മസിൽ ഗഡിൻ്റെ 3 kV ഇൻവെർട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമർ ലെസ് ഇൻവെർട്ടറാണ്. പകൽ സമയത്ത് ഈ ഇൻവെർട്ടറിൽ 2000 വാട്ടൊക്കെ ലോഡ് ചെയ്താലും ഒരു ഹീറ്റുമില്ല. പക്ഷേ രാത്രിയിൽ ബാറ്ററിയിൽ നിന്ന് അടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു 200 വാട്ട് കൊടുത്താലും ഇൻവെർട്ടർ ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകാം. 24 വോൾട്ട് 120 ലിഥിയം ബാറ്ററി പാക്കാണിത്. മസിൽ ഗഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇതിനകത്താണെങ്കിൽ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് കാണിച്ചാലും ഓണായി വരില്ല. പിന്നെ ഇത് ഓണായി വരണമെങ്കിൽ പുറത്തുനിന്നൊരു 24 വോൾട്ട് കുറച്ച് നേരം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓണായി വരും. ഒട്ടുമിക്ക BMSലാണെങ്കിൽ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് തനിയെ ഓണായി വരില്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓണായി വരുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ ചിലപ്പോൾ റീസെറ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫുള്ളായിട്ട് ചാർജ് തീർന്നുകൊണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ടെന്ന് ഇൻവെർട്ടറിന് അറിയില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞു. ഇതുവരെയായിട്ടും നമ്മുടെ ഈ ഒരു ബാറ്ററി ഓണായിട്ട് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഫോണിൽ ടൈം കാണിച്ചു തരാം. കണ്ടോ, 12 കാലമായി. ഇതുവരെയായിട്ടും ഓണായിട്ടില്ല. ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് ഫുള്ളായിട്ട് ചാർജ് ചേർത്തിട്ട്. പക്ഷേ എങ്കിൽ ഇതിന് വേറെ 2-3 കുഴപ്പങ്ങളുണ്ട്. ഞാൻ ഇതിൽ രാത്രിയിൽ ഒരു 50 വാട്ട് തൊട്ട് ഒരു 120 വാട്ട് വരെ ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സീനുമില്ല. പക്കയായിട്ട് സാധനം ഉപയോഗിക്കാം. അതായത് കുറഞ്ഞ വാട്ട് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി കുറച്ച് വാട്ട് കൂടുതൽ കൊടുത്ത് നോക്കി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഒരു ഇത്ര ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയിട്ട് ഡിസ്ചാർജ് ആയിപ്പോയി. ഈ ഒരു സാധനം ഓഫായി പോകും. ഓഫായി പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഇത് ഓണായി വരില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇതിനകത്ത് ഏറ്റവും പക്കയായിട്ട് വർക്ക് ചെയ്യുന്ന സാധനം ഈ കാണുന്ന ആ ഒരു MCB ആണ്. ഞാൻ പറഞ്ഞ കൂട്ട് നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ഇത് ഹൈ ആംബിയറിൽ ലോഡ് ചെയ്തപ്പോൾ ട്രിപ്പായിപ്പോയതാണ്. പിന്നെ ഇത് ഓണായി നിൽക്കില്ല. കണ്ടോ, നിൽക്കില്ല. സാധനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഈ ഒരു പച്ച കളറിൽ കത്തിയിരിക്കുന്ന മീറ്റർ വെറും തട്ടിപ്പാണ്. കമ്പനി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഫുൾ ടൈം 100%. പിന്നെ കമ്പനിയുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ വളരെ അടിപൊളിയാണ്. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാവുന്ന ആരുമില്ല. ചാറ്റ് ചെയ്യണവരാണെങ്കിലും നല്ല രീതിയിൽ താമസിച്ചാണ് എന്തായാലും മറുപടി തരുന്നത്. അത് വ്യക്തമായുള്ള ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടില്ല. ഇതാണ് കമ്പനി സപ്പോർട്ട്. ഈ കാണുന്ന പോലെ ഇവിടെ സ്ക്രൂ അല്ല ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, റിബറ്റാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പൊളിച്ചടക്കി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന BMSും സെല്ലും ഒന്നും നോക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഒരു ഉടായിപ്പ്. നമ്മളൊരു യൂട്യൂബർ ആയതുകൊണ്ടാണ് നമ്മുടെ ഇന്ന് സാധനം വളരെ പെട്ടെന്ന് എടുത്തത്. അതും പോരാത്തന്നെ ഞാനിത് പൊളിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു കാര്യം, ഇവരുടെ ഇൻവെർട്ടർ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്ന എൻ്റെ വീഡിയോയ്ക്കാണ്. അതും ഒരു കാരണമാണ്. അതും പോരാത്തതിന് ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിയ സാധനമാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും നിങ്ങളടുത്ത് പറയാം. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എൻ്റെ ഇന്ന് സാധനം കൊണ്ടുപോയി കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ എങ്കിൽ ഈ മാസം 7-ാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇതുവരെയായിട്ടും എനിക്ക് പുതിയ സാധനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. അവസാനം മുതലാളിയുടെ നമ്പർ കിട്ടി. പുള്ളിയായിട്ട് കുറച്ച് കച്ചറയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി സ്മാർട്ട് BMS വെച്ചാൽ പുതിയ സാധനം തരാമെന്ന് പറഞ്ഞു. ഓയിക്കോട്ടെ, ഒരാഴ്ചയുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അനക്കമില്ല. പിന്നെയും പുള്ളി വിളി ഫോൺ എടുക്കുന്നില്ല. അവസാനം പുള്ളി കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ അവസാനം ഷിപ്പാക്കിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് ഇനിയും ടൈം എടുക്കും. അടുത്ത ആഴ്ചയിൽ കിട്ടിയാൽ കിട്ടി. ആ ഒരവസ്ഥയാണ്. സർവീസ് സപ്പോർട്ട് വളരെ മോശമാണ്. നമ്മൾ യൂട്യൂബറായിട്ട് വരെ ഇതാണ് അവസ്ഥ. അല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ അതിലും വലിയ ദയനീയമായിരിക്കും. ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ സെല്ലിൻ്റെ BMSൻ്റെ കുഴപ്പം ഉണ്ടെന്ന് വെച്ചാൽ എന്തിനോ ഒരു കുഴപ്പമുണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും.
എന്തായാലും ഇതുവണ കുറഞ്ഞ വിലയ്ക്കുള്ള സാധനം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പെടുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഒരു അവസ്ഥ. ആ സർവീസും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്ന് നമുക്ക് പറയാം. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും കമ്പനിയിൽ ഒരു മനുഷ്യനുമില്ല, ആർക്കും ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ല.